ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ASNB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ്. എടാ, ഒരു ശുഭവാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും 2026 എന്ന് പറയുന്ന ആ മനോഹര വർഷത്തെ നിങ്ങളെല്ലാവരും എതിരേൽക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ് അല്ലേ? ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വരാൻ പോകുന്ന 2026 എന്ന് പറയുന്ന വർഷം നിങ്ങളുടേതാക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതായത് നമുക്കറിയാം, ഓരോ വർഷവും നമ്മളിങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കും. ഇന്ന ഗോൾസ്, ഇന്ന കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം മുന്നോട്ട് വെക്കും. എന്നാൽ ആ ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്താൻ നമ്മൾ എത്രമാത്രം പരിശ്രമങ്ങൾ കൊടുക്കാറുണ്ട്? ആ പരിശ്രമങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഉയർന്നു വരുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. 2024 നിങ്ങളൊരു റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം, 2025 റെസൊല്യൂഷൻ എടുത്തിരിക്കാം. പക്ഷേ 2026 നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം അത് തെറ്റിക്കൂടാ. 2026 എന്നുള്ളൊരു വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് സക്സസ് ആകാനുള്ള ഒരു വർഷമാണ്. എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ, എൻ്റെ കരിയർ ഫോക്കസ് ചെയ്യാനുള്ള ഒരു വർഷമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ, നിങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഒരുപാട് സന്തോഷ വാർത്തകൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2025 എന്ന് പറയുന്ന ഒരു വർഷം എന്ന് പറയുന്നത് കേരള PSCയെ സംബന്ധിച്ചിടത്തോളം നോട്ടിഫിക്കേഷനുകളുടെ വിജ്ഞാപനങ്ങളുടെ ഒരു വർഷമായിരുന്നു. വിജ്ഞാപനങ്ങളുടെ നീണ്ട നിരയായിരുന്നു 2025 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ. ഈ വർഷത്തിൽ 2026 എത്തുമ്പോൾ ഈ കഴിഞ്ഞ നോട്ടിഫിക്കേഷനുകളുടെ എല്ലാത്തിൻ്റെയും പരീക്ഷ നടക്കുന്ന ഒരു വർഷമാണ് 2026. നിങ്ങൾ ആ പരീക്ഷയ്ക്കെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പരീക്ഷകളെല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിപ്പെടാനുള്ള ഒരവസരമാണ് 2026. അങ്ങനെ പറയാൻ കാരണം ഡിഗ്രി ലെവൽ എക്സാമുകൾ നമ്മൾ നോക്കുക. എത്രമാത്രം ഡിഗ്രി ലെവൽ എക്സാമുകൾ? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഇൻസ്പെക്ടർ, SBCID. ആദ്യത്തെ രണ്ടും പറഞ്ഞ് യൂണിഫോം പോസ്റ്റാണ്, പോലീസുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ്. SBCID യൂണിഫോം പോസ്റ്റ് അല്ല എങ്കിൽ പോലും പോലീസുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റാണ്, സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കുള്ളൊരു തസ്തികയാണ്. ആദ്യത്തെ രണ്ട് പറഞ്ഞ പോസ്റ്റ് SIക്കാകട്ടെ എക്സൈസ് ഇൻസ്പെക്ടർക്കാകട്ടെ, ഇതിന് രണ്ടിനും എന്തുണ്ട്? ഫിസിക്കൽ ഉണ്ട്. SBCIDക്ക് ഫിസിക്കൽ ഇല്ല. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അങ്ങനെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ നീണ്ട നിര എവിടെ കിടക്കുകയാണ്? കേരള PSCയിൽ 2026 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ നടക്കാൻ പോവാണ്. അപ്പോ ഒരു ഡിഗ്രി യോഗ്യതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ്, എങ്ങനെ പോയാലും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് ഏകദേശം 2000-ലധികം നിയമനങ്ങൾ നടക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ ഒരു 300-ലധികം നിയമനങ്ങൾ നടക്കും. ബാക്കി SBCID എല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു 3000, 3500, 4000-ഓളം ഒരു നിയമനങ്ങൾ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന പോസ്റ്റുകളാണ്. ഇനി +2 ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ CPO, വുമൺ CPO, ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിൽ സിവിൽ എക്സൈസ് ഓഫീസർ, അവിടെ സിവിൽ ഇൻസ്പെക്ടർ ആണെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഇവിടെ. അങ്ങനെ +2 ലെവൽ പരീക്ഷകളുടെ ഒരു നീണ്ട നിര. 10th ലെവലിലേക്ക് വരുവാണെങ്കിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർ ആഗ്രഹിക്കുന്ന പോസ്റ്റുകളായിട്ടുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബിവറേജ് കോർപ്പറേഷനിൽ LD ക്ലർക്ക്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് LGS. എടാ നോക്കണ, എല്ലാം കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 10,000-ലധികം നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള
പരീക്ഷകൾ നടക്കുന്ന വർഷമാണ് 2026. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് 2026 PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മികച്ച വർഷമാണ് 2026. കാരണം 2026 ഈ നടന്ന നോട്ടിഫിക്കേഷനുകളുടെ എല്ലാത്തിൻ്റെയും പരീക്ഷ നടക്കും. ആ പരീക്ഷകളിൽ ഏറ്റവും മികച്ച റാങ്കുകൾ വാങ്ങുന്ന ആളുകൾ 2027 സർക്കാർ സർവീസിൽ കയറും. നടക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ വിചാരിക്കും, സാറേ ഇത്രയൊക്കെ ഒത്തിരി കോമ്പറ്റീഷൻസ് ഒക്കെ കാണുമല്ലോ, ഒത്തിരി കോമ്പറ്റീഷൻസ് കാണുമല്ലോ. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ LGSന്റെ കഴിഞ്ഞ വേരിയസ് LGS അങ്ങോട്ട് കഴിഞ്ഞ് നിയമനം നടക്കുന്നതേ ഉള്ളൂ. LD കഴിഞ്ഞ നിയമനം നടക്കുന്നതേ ഉള്ളൂ. സെക്രട്ടറി ടെസ്റ്റിന്റെ നിയമന നില വരും, അതങ്ങോട്ട് നടക്കാൻ പോകുന്നേ ഉള്ളൂ. കുറെ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ജോലി മേടിച്ച് പോയി കഴിഞ്ഞു. അന്നത്തെ വണ്ടി ഒന്നും കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അടുത്ത വണ്ടി വന്നിരിക്കുകയാണ് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പുതിയ കുറച്ച് യാത്രക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ 2026 എന്ന് പറയുന്ന ഈ ഒരു വർഷത്തില് നിങ്ങൾക്ക് കൃത്യമായിട്ടും എന്ത് കിട്ടും? ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും. ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇടം നേടണമെങ്കിൽ കൃത്യമായിട്ടുള്ള പഠന രീതിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റും. എടാ ജോലി കിട്ടും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ജോലി കിട്ടി നിങ്ങൾക്കല്ലാതെ ആർക്ക് കിട്ടാതെ പോകാനാ മക്കളെ? പരിശ്രമിക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടും. പരിശ്രമം നടക്കണം. പരിശ്രമം നടക്കണമെങ്കിൽ കൃത്യമായി നിങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ ആരുണ്ട്? ASB അക്കാഡമി ഉണ്ട്. കാരണം കഴിഞ്ഞ നാളുകളായി കേരള PSC നടക്കുന്ന മിക്ക പരീക്ഷകളിലും ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് ഉദ്യോഗാർത്ഥികളെ എത്തിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് ASB അക്കാഡമി. ഞങ്ങളുടെ ടീം ഇതിനു വേണ്ടി ഡിഗ്രി ലെവൽ കോഴ്സുകളും കോഴ്സിലേക്കുള്ള കോഴ്സുകളും ബെക്കോ LD അടക്കമുള്ള കോഴ്സുകളും നമ്മളിപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഇടയിൽ അവൈലബിൾ ആണ്. ഇപ്പോഴാണെങ്കിൽ SBC യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SBCAD, CAT അടക്കമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അടക്കമുള്ള 6 പരീക്ഷകൾക്ക് വേണ്ടി ഒറ്റ കോഴ്സിൽ ആദ്യത്തെ റാങ്കുകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് മാറ്റം ഉണ്ടാകും. അതായത് ആ മാറ്റം ഉണ്ടാകും എന്ന് പറയാൻ കാരണം നിങ്ങൾ 2027 സർക്കാർ സർവീസിൽ നിങ്ങൾ ആയിരിക്കും. കാരണം ഈ 2026 നടക്കാൻ പോകുന്ന ഈ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വേണ്ടേ? വെറുതെ പരീക്ഷ എഴുതിയാൽ പറ്റുമോ? കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോടുകൂടി, കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനോടുകൂടി നിങ്ങൾ പരീക്ഷയെ അഭിമുഖീകരിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടും. അതായത് സാറേ ഞങ്ങളൊരു തടിച്ച പുസ്തകം ഇങ്ങനെ വെച്ച് ഞങ്ങൾ പഠിച്ചോളാം. പല ഡിഗ്രി ലെവലുകളുടെയും ഗൈഡുകൾ ഞാൻ കണ്ടിട്ട് ഇത്രയുള്ള 4-5 പുസ്തകങ്ങൾ എല്ലാം കൂടെ നമ്മുടെ ഒരു നീളത്തിനടുത്ത് കാണും. ഇത്രയും നിങ്ങൾ പഠിക്കുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പൊ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ചെയ്യണം? എടാ നിങ്ങൾ നമ്മുടെ കോഴ്സിന് പറയുന്ന ഡെയിലി സ്റ്റഡി പ്ലാൻ കാണും. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റ്. ഈ ഒരു കോഴ്സ് ഒരു ക്ലാസ് കഴിഞ്ഞ് അതിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്ത് മാറി, വീണ്ടും അതിന്റെ അടുത്ത ക്ലാസ് കാണുന്നു, മോക്ക് ടെസ്റ്റ് ചെയ്ത് മാറുന്നു. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പരീക്ഷകൾ എഴുതി എന്ത് ചെയ്യാൻ പോവാണ്? മാറി പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്തുവാൻ സാധിക്കുമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യം തന്നെയാണ്. ഇനി അതുപോലെ തന്നെ സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് സെഷൻ. ഏതൊരു PSC പരീക്ഷയിലും റാങ്ക് നിർണ്ണയിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവിടുത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. കറണ്ട് അഫെയർ നിങ്ങൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നോ അതനുസരിച്ച് നിങ്ങൾ എന്തിലേക്ക് മാറപ്പെടും? റാങ്കുകളിലേക്ക് എത്തപ്പെടും. അതുപോലെ തന്നെ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ ആകട്ടെ, എക്സൈസ് ഇൻസ്പെക്ടർ ആകട്ടെ, അതുപോലെ SBCAD ആകട്ടെ, ഈ പരീക്ഷകളിലെല്ലാം തന്നെയും എന്തുണ്ട്? സ്പെഷ്യൽ ടോപ്പിക്കുകളുണ്ട്. ചിലപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾ 2 ടയർ എക്സാമുകൾ കാണും. അതിൽ ചിലപ്പോൾ ക്ലറിക്കൽ പരിശോധനയും മറ്റും നോക്കുന്ന മറ്റെന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് വേണ്ടി സ്പെഷ്യൽ സെഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ കാശ് മുടക്കി, നിങ്ങൾ കാശ് തന്നു, ഞങ്ങൾ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തു, നമ്മുടെ ബന്ധം അതുകൊണ്ട് കഴിയുന്നതല്ല. പ്രോപ്പറായിട്ട് ഒരു മെൻഡർ നിങ്ങളുടെ പുറകിലുണ്ടായിരിക്കും. ഒരു മെൻഡർഷിപ്പ് സപ്പോർട്ടോടുകൂടി പ്രോപ്പറായിട്ട് പ്രോപ്പർ ചാനലിൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ടീം ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ 2026 എന്നുള്ള വർഷത്തിൽ നിങ്ങൾ ഒരുപാട് സങ്കീർണതയിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും പഠനത്തിന് സമയത്ത് കാലിടറി പോവുകയാണ് എങ്കിൽ നിങ്ങൾക്കൊപ്പം അവിടെ നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് AZB അക്കാഡമിയുടെ ടീം ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ മോട്ടിവേഷൻ സെഷൻസും സ്പെഷ്യൽ റിവിഷൻ ക്ലാസ്സുകളും എല്ലാം അടങ്ങുന്ന ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വേഗം ബന്ധപ്പെടുക. നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമ്മൾ ഒന്നിച്ച് ഈ വരാൻ പോകുന്ന 2026 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടി, 2027 എന്ന് പറയുന്ന വർഷം നിങ്ങളെ സർക്കാർ ഉദ്യോഗസ്ഥരാക്കുവാൻ നമ്മുടെ ടീം AZB അക്കാഡമി ഇവിടെയുണ്ട്. അപ്പോൾ മടിച്ചു നിൽക്കാതെ വേഗം ജോയിൻ ചെയ്യുക. അപ്പോൾ 2026 എന്ന് പറയുന്നത് നിങ്ങളുടെ വർഷമായി മാറണമെങ്കിൽ നിങ്ങൾ ഒന്ന് പരിശ്രമിക്കുക. ആ പരിശ്രമത്തോടൊപ്പം തന്നെ AZB അക്കാഡമിയെ കൂടെ ചേർക്കുക. നിങ്ങൾക്ക് വിജയമുണ്ടാവും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.